ഡിസംബർ 9 വിശുദ്ധ ജുവാൻ ഡിഗോ. 1521 സ്പാനിഷ് ജേതാവായ ഹെർനാൻ കോർട്ടസ് ടെനോച്ചിറ്റ്ലാൻ പിടിച്ചടക്കി ആസ്ടെക് സാമ്രാജ്യത്തെ വിജയകരമായി പരാജയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സ്പാനിഷ് പട്ടാളക്കാരുടെ സൈന്യത്തിന് ആസ്ടെക് ഭരണാധികാരികളോട് അതൃപ്തിയുണ്ടായിരുന്ന തദ്ദേശീയർ സഹായം നൽകി. ആസ്ടെക് പരാജയത്തിൽ വസൂരിയും ഒരു പങ്കുവഹിച്ചു. ഈ രോഗം തദ്ദേശവാസികൾക്കിടയിൽ പടർന്നു. ആസ്ടെക് ജനതയ്ക്ക് പ്രതിരോധശേഷി ഇല്ലാതിരുന്നതിനാൽ പലരും മരിച്ചു. അവരെ കീഴടക്കുന്നത് കോർട്ടസിന് എളുപ്പമായി. ന്യൂ സ്പെയിൻ സ്ഥാപിക്കപ്പെട്ടു. തൊട്ടുപിന്നാലെ 12 ഫ്രാൻസിസ്കൻ മിഷണറിമാർ എത്തി സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. സന്യാസിമാർ സ്പെയിൻകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. എന്നാൽ നാട്ടുകാരെ സുവിശേഷവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏകദേശം 1524 സുവിശേഷം കേൾക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ജുവാൻ ഡിഗോയും ഭാര്യ മരിയ ലൂസിയും ഉൾപ്പെട്ടു. 1528 ബിഷപ്പ് ജുവാൻ ഡി സുമാരരാഗ സ്പെയിനിൽ നിന്ന് മെക്സിക്കോ സിറ്റിയിലെത്തി. കോളനിയിലെ ആദ്യത്തെ ബിഷപ്പായി. ബിഷപ്പ് ഡി സുമാരഗയുടെ കീഴിൽ ഫ്രാൻസിസ്കന്മാർ നാട്ടുകാരുമായി സുവിശേഷം പങ്കുവയ്ക്കുന്നത് തുടർന്നു. എന്നാൽ സ്പാനിഷ് കുടിയേറ്റക്കാരിൽ പലരും നാട്ടുകാരോട് ക്രൂരമായി പെരുമാറിയതിനാൽ മതപരിവർത്തനം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ബിഷപ്പും ഫ്രാൻസിസ്കന്മാരും തദ്ദേശീയരുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ പലപ്പോഴും സ്പാനിഷ് കോളനിക്കാരിൽ നിന്ന് ശക്തമായ പ്രതിരോധം നേരിട്ടു. ദൈവിക ഇടപെടൽ ആവശ്യമായിരുന്നു. തൻ്റെ സ്നാനത്തിന് ശേഷം ജുവാൻ ഡിഗോ തൻ്റെ വീട്ടിൽ നിന്ന് ഫ്രാൻസിസ്കൻ മിഷനിലേക്ക് നടന്ന് മതപരമായ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നതിനും ദിവസേനയുള്ള കുർബാനയിൽ പങ്കെടുക്കുന്നതിനും തുടങ്ങി. 1531 ഡിസംബർ 9 ജുവാൻ അത്തരത്തിലുള്ള ഒരു യാത്ര നടത്തുകയായിരുന്നു. തെബിയ കുന്നിൻ്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു മെസ്റ്റിസായി പ്രത്യക്ഷപ്പെടുകയും പ്രാദേശിക നാഹുവാഡ് ഭാഷയിൽ സംസാരിക്കുകയും ചെയ്ത ഒരു സ്വർഗീയ സ്ത്രീയെ അദ്ദേഹം കണ്ടുമുട്ടി. അവൾ ദേവമാതാവായ നിത്യകന്യകയായ മേരിയായി സ്വയം പ്രഖ്യാപിക്കുകയും ബിഷപ്പിൻ്റെ അടുത്ത് പോയി ടെപേയ കുന്നിൽ ഒരു ചാപ്പൽ പണിയാൻ പറയുകയും ചെയ്തു. ജുവാൻ അവളുടെ അഭ്യർത്ഥന നിറവേറ്റി. പക്ഷേ ബിഷപ്പ് മടിച്ചു. അന്ന് വൈകുന്നേരം ജുവാൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ദേവമാതാവ് അദ്ദേഹത്തിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പിനെ ബോധ്യപ്പെടുത്തുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം അവളെ അറിയിച്ചു. അവളുടെ ദൗത്യത്തിനായി കൂടുതൽ പ്രാധാന്യമുള്ള ഒരാളെ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ദൈവമാതാവ് ഇത് തൻ്റെ തിരഞ്ഞെടുപ്പാണെന്ന് ഉറപ്പ് നൽകുകയും ബിഷപ്പിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ പോയി അഭ്യർത്ഥന ആവർത്തിച്ചു. ഈ സമയം ബിഷപ്പ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്നാണെന്ന് തെളിയിക്കുന്നതിന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. ജുവാൻ ദൈവമാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി. അടുത്ത ദിവസം ഒരു അടയാളം നൽകാൻ അവൾ സമ്മതിച്ചു. അടുത്ത ദിവസം ഡിസംബർ 11 ജുവാൻ ഡിഗോയുടെ അമ്മാവൻ ജുവാൻ ബെർണാഡിനോ രോഗബാധിതനായി. ജുവാൻ ഡിഗോ അവനെ പരിചരിച്ചു. അതിനാൽ ടെപേറ്റ് കുന്നിൽ തൻ്റെ സ്വർഗീയ സന്ദർശകനെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രാത്രിയിൽ ജുവാൻ ബെർണാഡിനോ മോശമായി മാറി. മരണത്തിൻ്റെ വക്കിലായിരുന്നു. ഡിസംബർ 12 അതിരാവിലെ തൻ്റെ അമ്മാവന് അവസാന കൂദാശകൾ നൽകുന്നതിന് ഒരു പുരോഹിതനെ ലഭിക്കുന്നതിനായി ജുവാൻ ഡിഗോ പുറപ്പെട്ടു. അവൻ തിരക്കിലായിരുന്നതിനാലും അവളെ ഒഴിവാക്കാൻ ജുവാൻ കുന്നിന് ചുറ്റും മറ്റൊരു വഴി സ്വീകരിച്ചു. അവൻ യാത്ര ചെയ്യുമ്പോൾ ദൈവമാതാവ് മറ്റൊരു വഴിയിൽ അവന് പ്രത്യക്ഷപ്പെട്ട് അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. വാഗ്ദാനം ചെയ്ത അടയാളത്തിനായി കഴിഞ്ഞ ദിവസം ഹാജരാകാതിരുന്നതിന് കാരണം തൻ്റെ അസുഖമാണെന്ന് വിശദീകരിച്ച് ജുവാൻ തൻ്റെ അമ്മാവനെക്കുറിച്ചുള്ള വാർത്ത പങ്കിട്ടു. ദൈവമാതാവ് ജുവാൻ്റെ വിശ്വാസമില്ലായ്മയെ സ്നേഹപൂർവ്വം ശകാരിച്ചു. ഞാൻ ഇവിടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ അമ്മയാണ്. അവൻ്റെ അമ്മാവൻ ഇതിനകം രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചുവെന്ന് അവൾ അവനെ അറിയിച്ചു. തുടർന്ന് വർഷത്തിൽ സാധാരണയായി പൂക്കൾ വിരിയാത്ത മലമുകളിലേക്ക് കയറാൻ ജുവാനോട് നിർദ്ദേശിച്ചു. തീർച്ചയായും സാധാരണയായി കളകളും കള്ളിച്ചെടികളും മാത്രം വളരുന്ന പാറക്കെട്ടുകളിൽ മനോഹരമായ റോസപ്പൂക്കൾ ഉണ്ടായിരുന്നു. ജുവാൻ അവരെ തിരഞ്ഞെടുത്ത് ടിൽമ എന്ന് വിളിക്കുന്ന തൻ്റെ മേലങ്കിയിൽ വെച്ചു. അവൻ ഇറങ്ങിയപ്പോൾ ദേവമാതാവ് പൂക്കൾ പുനഃക്രമീകരിച്ചു. ബിഷപ്പിൻ്റെ അടുക്കൽ തൻ്റെ അടയാളമായി കൊണ്ടുവരാൻ പറഞ്ഞു. ജുവാൻ ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നപ്പോൾ അവൻ തൻ്റെ ടിൽമ തുറന്നു. പൂക്കൾ നിലത്ത് വീണു. അതേസമയം ജുവാൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ ദേവമാതാവിൻ്റെ ഒരു ചിത്രം ടിൽമയിൽ പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പ് ഉടനെ മുട്ടുകുത്തി വിശ്വസിച്ചു. അടുത്ത ദിവസം ജുവാൻ ഡിഗോ തൻ്റെ അമ്മാവനെ പരിശോധിക്കാൻ പോയി. അവൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ദേവമാതാവ് അവനും പ്രത്യക്ഷപ്പെട്ടുവെന്നും അവനെ സുഖപ്പെടുത്തിയെന്നും അമ്മാവൻ അറിയിച്ചു. ബിഷപ്പിന് മുന്നിൽ തന്നെ ഹാജരാക്കാനും പ്രത്യക്ഷത്തെക്കുറിച്ച് അത്ഭുതകരമായ രോഗശാന്തിയെക്കുറിച്ചും ബിഷപ്പിനോട് പറയാൻ അവൾ അവനോട് നിർദ്ദേശിച്ചു. ജുവാൻ ഡിഗോയുടെ ടിൽമ ആദ്യം തൻ്റെ സ്വകാര്യ ചാപ്പലിൽ സൂക്ഷിച്ച ശേഷം ബിഷപ്പ് ടെപായ് കുന്നിൽ ഒരു ചെറിയ ചാപ്പൽ സ്ഥാപിച്ചു. 1531 ഡിസംബർ 26 അദ്ദേഹം ചാപ്പലിലേക്ക് ടിൽമയുമായി ഒരു ഘോഷയാത്ര നയിച്ചു.
വഴിയിൽ ദേവമാതാവിൻ്റെ ബഹുമാനാർത്ഥം ഒരു പ്രദർശനത്തിൻ്റെ ഭാഗമാകാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു അമ്പുകൊണ്ട് അബദ്ധത്തിൽ ഘോഷയാത്രയിൽ ഒരാളുടെ കഴുത്തിൽ ഇടിച്ചു. മുറിവ് ഗുരുതരമായതിനാൽ മരണം ആസന്നമായിരുന്നു. അവനെ വിശുദ്ധ പ്രതിമയ്ക്ക് മുന്നിൽ കിടത്തി അമ്പ് നീക്കം ചെയ്തു. അവിടെ കൂടിയിരുന്നവർ അവനെ സുഖപ്പെടുത്താൻ ദേവമാതാവിനോട് അപേക്ഷിച്ചു. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. ഈ മുഴുവൻ അനുഭവവും ജുവാൻ ഡിഗോയെ ആഴത്തിൽ ബാധിച്ചു. പ്രത്യക്ഷനാകുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് കൂടുതൽ ശക്തമായി. ചില ആദ്യകാല സ്രോതസ്സുകൾ അനുസരിച്ച് ജുവാൻ ഡിഗോയുടെ ഭാര്യ 1529 പ്രത്യക്ഷമാകുന്നതിന് 2 വർഷം മുമ്പ് അന്തരിച്ചു. പ്രത്യക്ഷീകരണത്തിന് ശേഷം ജുവാൻ ബിഷപ്പിൽ നിന്ന് അനുവാദം വാങ്ങി. അടുത്ത 16 വർഷക്കാലം താൻ ഒരു സന്യാസിയായി താമസിച്ചിരുന്ന ചാപ്പലിന് സമീപം ഒരു ചെറിയ കുടിൽ സ്ഥാപിക്കുകയും ചാപ്പലും ചിത്രവും പരിപാലിക്കുകയും അതിനെ വണങ്ങാൻ വരുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിശുദ്ധ ജുവാൻ ഡിയോഗയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന വേളയിൽ തയ്യാറാക്കിയ വത്തിക്കാനിൽ നിന്നുള്ള ഔദ്യോഗിക ജീവചരിത്രം അനുസരിച്ച് ജുവാൻ ഡിഗോയ്ക്ക് ആന്തരിക പ്രബുദ്ധതയുടെ കൃപ ലഭിച്ചു. ആ നിമിഷം മുതൽ അവൻ പ്രാർത്ഥനയ്ക്കും പുണ്യത്തിനും അതിരുകളില്ലാത്ത സ്നേഹത്തിനും വേണ്ടി സമർപ്പിച്ച ജീവിതം ആരംഭിച്ചു, ദൈവവും അയൽക്കാരനും. ഇന്ന് മെക്സിക്കോ സിറ്റിയിലെ ഗ്വാഡലൂപ്പിലെ അവർ ലേഡി ബസിലിക്കയിൽ വിശുദ്ധ ജുവാൻ ഡിഗോയുടെ ടിൽമ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ടിൽമ തന്നെ ശരിക്കും അത്ഭുതമാണ്. ഏകദേശം 15 വർഷത്തിന് ശേഷം സാധാരണയായി ശിഥിലമാകുന്ന സസ്യനാരുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചതെങ്കിലും അത് ഇന്നും തികഞ്ഞ രൂപത്തിൽ തുടരുന്നു. ചിത്രത്തിന് ബ്രഷ് അടയാളങ്ങളൊന്നുമില്ല. പകരം ഫൈബറിൽ അത്ഭുതകരമായി പതിഞ്ഞതായി തോന്നുന്നു. ഒരുപക്ഷെ ഏറ്റവും വലിയ ഈ അത്ഭുതം ഈ പ്രത്യക്ഷത അമേരിക്കയുടെ, പ്രത്യേകിച്ച് മെക്സിക്കോയുടെ ക്രിസ്തീയവൽക്കരണം കൊണ്ടുവരാൻ സഹായിച്ചു എന്നതാണ്.